ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവർണർ ജനറൽസ് എന്നുള്ള ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ഗവർണർ ജനറൽസ് അതിലെ ആര് വരെ നമ്മൾ പറഞ്ഞായിരുന്നു? ലോർഡ് വില്യം ബെന്റിക് വരെ പറഞ്ഞായിരുന്നു. ലോർഡ് വില്യം ബെന്റിക് വരെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ലോർഡ് വില്യം ബെന്റിക് വരെ ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം വരുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. ഇമ്പോർട്ടന്റ് അല്ല, പേര് ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഒന്നോ രണ്ടോ പോയിന്റ്സ് മാത്രമേ വരത്തുള്ളൂ. കുറച്ച് ആൾക്കാര്. അതിൽ ഒന്നാമത്തെ ആളാണ് ചാൾസ് മെറ്റ്കഫെ. ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല. ഒന്നോ രണ്ടോ പോയിന്റ്സേ ഉണ്ടാവുള്ളൂ. അത് അങ്ങ് അറിഞ്ഞിരിക്കുക. ചാൾസ് മെറ്റ്കഫെ. അദ്ദേഹത്തിന്റെ കാലഘട്ടം ചോദിച്ചാല് 1835 മുതൽ 36 വരെ. 1835 മുതൽ 36 വരെയാണ് ചാൾസ് മെറ്റ്കഫെ ഇരുന്നത്. ഗവർണർ ജനറൽ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ആയിട്ട് ഇരുന്നത് ഏത് വർഷം? 35 മുതൽ 36 വരെയാണ്. വർഷം ഇമ്പോർട്ടന്റ് അല്ല. ഇദ്ദേഹവുമായി പഠിക്കേണ്ടത് ഒരൊറ്റ കാര്യമാണ്. നോക്കിക്കോളെ, ഈ ഇവിടെ പ്രസ് ഉണ്ടായിരുന്നു. ഇവിടെ പത്രസ്ഥാപനങ്ങൾ, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ അങ്ങനത്തെ മീഡിയ ഉണ്ടായിരുന്നു. പ്രസ് ഉണ്ടായിരുന്നു. നോക്കിക്കൊള്ളാം, ആ പ്രസ്സിന് റെസ്ട്രിക്ഷൻസും ഉണ്ടായിരുന്നു. കാരണം എന്തിനാ പ്രസ് ഉള്ളത്? ബ്രിട്ടീഷുകാർക്കെതിരെ കാര്യങ്ങൾ എഴുതുകയും അത് ജനങ്ങളിൽ എത്തിക്കാനും വേണ്ടിയിട്ടാണ് പ്രസ് ഉണ്ടായിരിക്കുന്നത്. മിക്ക നേതാക്കന്മാർക്കും പ്രസ് ഉണ്ടായിരിക്കും. അപ്പോ ആ പ്രസ്സിനെല്ലാം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യും? റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്തും. നോക്കിക്കോളെ, ഇദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാല് പ്രസ്സിന് മേലുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസിനെ അബോളിഷ് ചെയ്തു. റെസ്ട്രിക്ഷൻസ് ഓൺ പ്രസ് വാസ് അബോളിഷ്ഡ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അറിയപ്പെടുന്ന പേര് ലിബറേറ്റർ ഓഫ് പ്രസ് എന്നാണ്. എങ്ങനെ? ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാല് ചാൾസ് മെറ്റ്കഫെ ആണ്. ആരാണ്? ചാൾസ് മെറ്റ്കഫെ. ഇത്രയുള്ള അദ്ദേഹത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. ഒന്നുകൂടെ പറയാം. പ്രസ്സിന് മേലുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസിനെ എടുത്തു മാറ്റുകയും അതോടുകൂടി അദ്ദേഹത്തിനെ ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടുകയും ചെയ്യും. ആരാണ്? ചാൾസ് മെറ്റ്കഫെ. അതിനുശേഷം വരുന്ന ആളാണ് ലോർഡ് ഓക്ലൻഡ്. കാലഘട്ടം നോക്കുകയാണെങ്കിൽ 1836 മുതൽ 1842 വരെയാണ്. ഒന്നും പഠിക്കാനില്ല. നോക്കിക്കോളെ, ബ്രിട്ടീഷുകാരും അഫ്ഗാനും തമ്മിൽ വാർ നടക്കുന്നുണ്ട്. ആ സമയത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് അഫ്ഗാൻ വാർ നടക്കുമ്പോ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാല് ഇദ്ദേഹമാണ്. ഫസ്റ്റ് അഫ്ഗാൻ വാർ നടക്കുമ്പോ ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് ഓക്ലൻഡ് ആണ്. ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് എഴുതുവാണ്. 38 മുതൽ 42 വരെയാണ്. ആ വാറിന്റെ സമയം. ഇത്രേ ഉള്ളൂ ഓക്ലൻഡിനെ കുറിച്ച് പറയാൻ. അതിനുശേഷം വരുന്ന ആളാണ് ലോർഡ് എല്ലൻബറോ. അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1842 മുതൽ 1844 വരെ. ലോർഡ് എല്ലൻബറോ. നോക്കിക്കോളെ, ഇന്ത്യയില് സ്ലേവറി നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് ഇദ്ദേഹം. ഇന്ത്യയിലെ സ്ലേവറി നിർത്തലാക്കിയ. ഹി അബോളിഷ്ഡ് സ്ലേവറി ഇൻ ഇന്ത്യയിലെ അടിമത്തം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് എല്ലൻബറോ. അത്രേ ഉള്ളൂ അദ്ദേഹത്തിനെ കുറിച്ച് പഠിക്കാനുള്ള. അതിനുശേഷം വരുന്ന ആളാണ് ലോർഡ് ഹാർഡിഞ്ചി ഫസ്റ്റ്. 44 മുതൽ 48 വരെ. 1844 മുതൽ 48 വരെ. നോക്കിക്കോളെ, ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ നടക്കുമ്പോ, അത് നമ്മൾ എഴുതിയിട്ടുള്ളതാണ്. ഫസ്റ്റ് ആംഗ്ലോ സിക്ക് വാർ നടക്കുമ്പോ ഇദ്ദേഹമായിരുന്നു ഗവർണർ ജനറൽ. നോക്കിക്കോളെ, ഞാൻ ഇപ്പൊ ഇവിടെ 4 പേരുടെ പേരാണ് എഴുതിയിട്ടുള്ളത്. 4 പേർക്ക് ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് വീതം. ഇത്രയേ ഉള്ളൂ. മെറ്റ്കഫെ ആണെങ്കിലോ
ലിബറേറ്റർ ഓഫ് പ്രസ് ഫ്രീഡം സ്ഥാപിച്ചു അല്ലെ. ലോർഡ് ഓക്ലൻഡ് ആണെങ്കിലോ ഫസ്റ്റ് അഫ്ഗാൻ വാർ. ലോർഡ് എല്ലൻ ബറോ ആണെങ്കിലോ സ്ലേവറി നിർത്തലാക്കി. ഹാർഡിഞ്ചി ഫസ്റ്റ് ആണെങ്കിലോ ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാറിന്റെ സമയത്തെ ഗവർണർ ജനറൽ ആണ്. അപ്പൊ 4 പേര്, അടുത്തടുത്തുള്ള 4 പേര്, അവർക്ക് ഓരോരുത്തർക്കും ഓരോ പോയിന്റ് ആണ് പറയാനുള്ളത്. ഒന്നുകൂടെ ഞാൻ പറയാം. മെറ്റ്കഫെക്ക് എന്താണ്? ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടും അല്ലെ, ലിബറേറ്റർ ഓഫ് പ്രസ് എന്നറിയപ്പെടും. ലോർഡ് ഓക്ലൻഡ് ആണെങ്കിലോ ഫസ്റ്റ് അഫ്ഗാൻ വാറിന്റെ സമയത്തെ ഗവർണർ ജനറൽ ആണ് ലോർഡ് ഓക്ലൻഡ്. ലോർഡ് എല്ലൻ ബറോ ആണെങ്കിലോ ഇന്ത്യയിലെ അടിമത്തം സ്ലേവറി നിർത്തലാക്കിയ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് എല്ലൻ ബറോ ആണ്. ഇന്ത്യയിലല്ല, ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ നടക്കുമ്പോ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് ഹാർഡിഞ്ചി ഫസ്റ്റ് ആണ്. ഇവരെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ഇതിന് ശേഷം വരുന്ന വ്യക്തി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഡൽഹൌസി. ലോർഡ് ഡൽഹൌസി. അദ്ദേഹത്തിന്റെ പേരാണ് ലോർഡ് ഡൽഹൌസി. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ലോർഡ് ഡൽഹൌസി അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1848 മുതൽ 1856 വരെ. വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം അറിഞ്ഞിരിക്കണം. 48 മുതൽ 56 വരെ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലോർഡ് ഡൽഹൌസി വരുന്നത് എങ്ങനെയാ വരുന്നത്? ട്രെയിനിലാണ് വരുന്നത് അല്ലെ, ട്രെയിനിൽ വരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കയ്യില് ഒരു ചുവന്ന പെട്ടിയുണ്ട്. അതായത് നമ്മുടെ പോസ്റ്റ് ബോക്സ് ആണ് നിങ്ങൾ വിചാരിച്ചാൽ മതി. ടെലഗ്രാഫ് ആണ് ആക്ച്വലി വരുന്നത്, ടെലഗ്രാഫ്. വേറൊരു കയ്യില് ഒരു നിയമമുണ്ട്, ഒരു എന്താ പറയാ, ഒരു വൈറ്റ് പേപ്പർ ഉണ്ടെന്ന് വിചാരിച്ചാൽ മതി. അതിലെന്താ ഉള്ളത്? അതില് ഡോക്ട്രിൻ ഓഫ് ലാപ്സ് നിയമം, ദത്തവകാശ നിരോധന നിയമം. ഇത് ഇത്രയും കൊണ്ടുവരുന്നത് ഡൽഹൌസിയാണ്. ഒന്നുകൂടെ പറയാം, ലോർഡ് ഡൽഹൌസി. അദ്ദേഹം അറിയപ്പെടുന്ന പേരാണ് ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ലോർഡ് ഡൽഹൌസി. ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഇന്ന് അറിയപ്പെടുന്ന ഗവർണർ ജനറൽ ആരെന്ന് ചോദിച്ചാൽ ആരാണ്? ഡൽഹൌസിയാണ്. ഇതിലൊരു പോയിന്റ് ഉണ്ടേ, ഫാദർ ഓർ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് ചോദിച്ചാല് എന്റെ ആൻസർ ആരാണ്? ഡൽഹൌസിയാണ്. ഇനി വേറൊരു കാര്യം പറയാം, ഡൽഹൌസി ഇല്ല, പകരം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേരാണ് ഉള്ളതെങ്കിൽ ആൻസർ ആരായിരിക്കും? ജവഹർലാൽ നെഹ്റു ആയിരിക്കും. ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റു ആണ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. അപ്പോ എന്തായാലും ഡൽഹൌസിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഒരുമിച്ചിട്ട് തരില്ല. ഒന്നുകിൽ ഇങ്ങനെയുള്ള ആൾക്കാർ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ തരത്തുള്ളൂ. അപ്പൊ അതും കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ അപ്പൊ എന്തായാലും ഫാദർ അല്ലെങ്കിൽ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ഡൽഹൌസി, ലോർഡ് ഡൽഹൌസി. ഞാൻ പറഞ്ഞു, ഇദ്ദേഹം കൊണ്ടുവന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോളിസിയാണ് അല്ലെങ്കിൽ ഒരു നിയമമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഡൽഹൌസിയാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വഴി ആദ്യം പിടിച്ചെടുക്കുന്ന സ്ഥലം സത്താറ. അവസാനം പിടിച്ചെടുക്കുന്ന സ്ഥലം ഔദ്. അവസാനം അനക്സ് ചെയ്യുന്ന സ്ഥലമാണ് ഔദ്. ഓക്കെ, അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് വഴി ആദ്യം പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് അതായത് സത്താറ. അവസാനം പിടിച്ചെടുക്കുന്ന സ്ഥലമാണ് ഔദ്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആരാണ്? ഡൽഹൌസി. ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടാവുന്ന ഇവിടെ സംസാരിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കോളെ, ഈ ഡോക്ട്രിൻ ഓഫ് ലാപ്സിന്റെ വർഷം എഴുതിക്കോ 48. ഈ ഇതിന് ശേഷം ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരു എന്താ പറയാ, ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റി എന്ന് ഞാൻ പറയാവേ. കമ്മിറ്റി അല്ലെങ്കിൽ കമ്മിറ്റി എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ പറഞ്ഞുതരാം. നോക്കിക്കോ, ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ
ഇന്ത്യയിലെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊണ്ടുവരുന്ന ആരാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? വില്യം ബെന്റിക്കാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മെക്കാളയെ വെച്ചിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കി. എന്തുമായി ബന്ധപ്പെട്ടാണ്? ഇന്ത്യയിലെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കി. അതിനുശേഷം ഇതുപോലൊരു കാര്യം ചെയ്യുവാണ്. ആര്? ഡൽഹൌസി ചെയ്യുവാണ്. അതെന്താണെന്നറിയോ? അതിന്റെ പേരാണ് വുഡ്സ് ഡെസ്പാച്ച്. എങ്ങനെ? വുഡ്സ് ഡെസ്പാച്ച്. വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത് ഇപ്പൊ മെറ്റ്കഫെ മിനിറ്റ്സ് പോലെ ഒരു പഠന റിപ്പോർട്ടാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു റിപ്പോർട്ടാണ്, ഒരു സ്റ്റഡി റിപ്പോർട്ടാണ്. അത് മുന്നോട്ട് വയ്ക്കുന്ന വ്യക്തി, അല്ലെങ്കിൽ അത് സ്റ്റഡി നടത്തിയിട്ട് അത് പ്രസന്റ് ചെയ്യുന്ന ആളുടെ പേരാണ് ചാൾസ് വുഡിന്റെ വുഡ്സ് ഡെസ്പാച്ച്. നോക്കിക്കോളെ, ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഈ വുഡ്സ് ഡെസ്പാച്ച് വരുന്നത് 1854 ഇത് വരുന്ന സമയത്തെ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസിയാണ്. ഈ വുഡ്സ് ഡെസ്പാച്ച് അറിയപ്പെടുന്നത് മേഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ആണ്. ഇത് അറിയപ്പെടുന്നത് എന്താണ്? മേഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. എവിടത്തെ? എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നതാണ് വുഡ്സ് ഡെസ്പാച്ച്. അത് പ്രിപ്പയർ ചെയ്ത ആളാണ് ചാൾസ് വുഡ്. 1854 ആ റിപ്പോർട്ട് വെക്കുന്നത്. ആ സമയത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു എന്ന് ചോദിച്ചാല് ലോർഡ് ഡൽഹൌസിയാണ്. നോക്കിക്കോളേ, ഇന്ത്യയുടെ സമ്മർ ക്യാപിറ്റൽ ആയിട്ട് ഷിംലയെ തെരഞ്ഞെടുത്ത ഗവർണർ ജനറൽ ആണ് ആര്? ഡൽഹൌസി. ഇന്ത്യയുടെ സമ്മർ ക്യാപിറ്റൽ ആയിട്ട് ഏത് സ്ഥലം? ഷിംല തെരഞ്ഞെടുത്ത ആളാണ് ആര്? ഡൽഹൌസി. ഷിംല തെരഞ്ഞെടുക്കുക മാത്രമല്ല, മിലിറ്ററി ഓഫീഷ്യൽസിനെ വരെ അവിടെ ഒക്കുപ്പൈ ചെയ്തു. ഇവിടെ ഈ ഷിംലയില്. അതൊന്നും അറിയണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇന്ത്യയുടെ സമ്മർ ക്യാപിറ്റലായിട്ട് ഷിംല തെരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ ഡൽഹൌസി തെരഞ്ഞെടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഷിംല ഹിമാചൽ പ്രദേശിലെ ഷിംലയാണ്. ഓക്കെ, നോക്കണേ, ഞാൻ പറഞ്ഞു ഇദ്ദേഹം വന്നത് ട്രെയിനിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ട്രെയിൻ കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റെയിൽവേ ലൈൻ കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചാൽ ഡൽഹൌസിയാണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ഇന്ത്യ ആരാണ് കൊണ്ടുവന്നത്? ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഡൽഹൌസി. ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ ഇന്ത്യ. നിങ്ങൾക്കറിയാം, ബോംബെ മുതൽ താനെ വരെ ഏതായിരുന്നു വർഷം? 1853 ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ബോംബെ മുതൽ താനെ വരെ ആരുടെ നേതൃത്വത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലോർഡ് ഡൽഹൌസി. അതുപോലെ തന്നെ ഇന്ത്യയില് പോസ്റ്റൽ ടെലഗ്രാഫ്, പോസ്റ്റൽ ആൻഡ് ഇലക്ട്രിക് ടെലഗ്രാഫ് ആരുടെ സമയത്താണ് വന്നതെന്ന് ചോദിച്ചാൽ ഡൽഹൌസിയാണ്. പോസ്റ്റൽ ആൻഡ് ഇലക്ട്രിക്, അത്ര ആവശ്യമില്ല, ടെലഗ്രാഫ് സിസ്റ്റം വന്നത് ആരുടെ സമയത്താണെന്ന് ചോദിച്ചാൽ ആരുടെ സമയത്താണ്? ഇന്ത്യയിലെ ടെലഗ്രാഫ് സിസ്റ്റം വരുന്നത് ആരുടെ സമയത്താണെന്ന് ചോദിച്ചാൽ ആരുടെ സമയത്താണ്? ഡൽഹൌസിയുടെ സമയത്താണ്. ഡൽഹൌസി പ്രഭുവാണ്, ലോർഡ് ഡൽഹൌസിയാണ് ഇത് കൊണ്ടുവരുന്നത്. ഓക്കെ, നോക്കോളേ, ഇന്ത്യയില് വിഡോ റീമാരേജ് ഇല്ലായിരുന്നു, അത് അനുവദിച്ചിട്ടില്ലായിരുന്നു. നോക്കോളേ, ഇന്ത്യയില് വിഡോ റീമാരേജ് ആക്ട് കൊണ്ടുവരുന്നത് ആരായിരുന്നു? ഏത് ഗവർണർ ജനറൽ ആണെന്ന് ചോദിച്ചാൽ ലോർഡ് ഡൽഹൌസിയാണ്. ഇന്ത്യയിലെ വിഡോ റീമാരേജ് ആക്ട് ഏത് വർഷം ചോദിച്ചാൽ 1856. ഇതൊരു റീസൺ ആണ്, നമ്മുടെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡൻസിന്റെ ഒരു റീസൺ ആണ്. വിഡോ റീമാരേജ് ആക്ട് വരുന്നത്
ഇദ്ദേഹത്തിന്റെ സമയത്ത് ലോർഡ് ഡൽഹൌസിയുടെ സമയത്താണ്. ഇദ്ദേഹമാണ് ഇന്ത്യയില് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ്, ഇന്ത്യയില് PWD, നിങ്ങൾക്കറിയാം PWD സ്റ്റാർട്ട് ചെയ്യുന്നത് ഇദ്ദേഹമാണ്. പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയില്. ഇതൊക്കെ കൊണ്ടാണ് ഫാദർ ഓഫ് അല്ലെങ്കിൽ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത്. ഇന്ത്യയില് പബ്ലിക് വർക്ക്സ് PWD പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്. നോക്കിക്കോളെ, ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് സെറ്റപ്പ് ചെയ്യുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാല് റൂർക്കി. ഓക്കെ, റൂർക്കിയിലാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്. ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുന്ന ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹൌസിയാണ്. ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഗവർണർ അറ്റ് ദ ടൈം ഓഫ് ദ ഫോർമേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇന്ത്യ. ടൈം ഓഫ് ഫോർമേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇന്ത്യ ആരാണ്? ഗവർണർ ജനറൽ അറ്റ് ദ ടൈം ഓഫ് ദ ഫോർമേഷൻ ഓഫ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇൻ ഇന്ത്യ ആരാണ്? ഇദ്ദേഹമാണ്. ആര്? ലോർഡ് ഡൽഹൌസി. അപ്പൊ ഡൽഹൌസിയെ കുറിച്ച് നമുക്ക് കുറെ പറയാനുണ്ടായിരുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. ഫാദർ ഓഫ് അല്ലെങ്കിൽ മേക്കർ ഓഫ് മോഡേൺ ഇന്ത്യ എന്നറിയപ്പെടുന്ന ഗവർണർ ജനറലാണ് ലോർഡ് ഡൽഹൌസി. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1848 മുതൽ 1856 വരെയാണ്. ഇദ്ദേഹം വരുന്നത് ഡോക്ട്രിൻ ഓഫ് ലാപ്സും കൊണ്ടാണ്. അതുവഴി പിടിച്ചെടുക്കുന്ന അനക്സ് ചെയ്യുന്ന ആദ്യത്തെ പ്ലേസ് ആണ് സത്താറ. അവസാനത്തെ സ്ഥലമാണ് ഔദ്. ഇദ്ദേഹം കൊണ്ടുവരുന്ന എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരു എന്താ പറയാ, ഇദ്ദേഹം കൊണ്ടുവരുന്ന ഒരു കമ്മീഷനാണ്, അല്ലെങ്കിൽ ആ കമ്മീഷൻ റിപ്പോർട്ടാണ് വുഡ്സ് ഡെസ്പാച്ച് പ്രിപ്പയർ ചെയ്യുന്നത് ചാൾസ് വുഡ് ആണ്. അത് 1854 ഇതാണ് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സമ്മർ ക്യാപിറ്റലായിട്ട് ഷിംല തെരഞ്ഞെടുത്ത വ്യക്തിയാണ് ആര്? ലോർഡ് ഡൽഹൌസി. ഇന്ത്യയുടെ സമ്മർ ക്യാപിറ്റലായിട്ട് തെരഞ്ഞെടുത്തത് ഷിംലയാണ്. ഷിംല. ഇന്ത്യയില് ആദ്യമായി റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നത് ബോംബെ മുതൽ താനെ വരെ 1853 ലോർഡ് ഡൽഹൌസിയാണ്. അതേപോലെ ടെലഗ്രാഫ് സിസ്റ്റം, ഇന്ത്യയില് ടെലഗ്രാഫ് സിസ്റ്റം കൊണ്ടുവരുന്നത് ഇദ്ദേഹമാണ്. ആര്? ലോർഡ് ഡൽഹൌസിയാണ്. വിഡോ റീമാരേജ് ആക്ട് വരുമ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി ലോർഡ് ഡൽഹൌസിയാണ്. 1856 വിഡോ റീമാരേജ് ആക്ട് നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെന്റും ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് റൂർക്കിയിലെ ഇന്ത്യയിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജും സെറ്റപ്പ് ചെയ്യുമ്പോൾ ആരായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ ലോർഡ് ഡൽഹൌസിയാണ്. ഇന്ത്യയിലെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഫോം ചെയ്യുന്ന സമയത്തെ ഗവർണർ ജനറലും ലോർഡ് ഡൽഹൌസിയാണ്. ഇത്രയാണ് ലോർഡ് ഡൽഹൌസിയെ കുറിച്ച് പറയാനുള്ളത്. ഇത്രയും കാര്യം ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഇവരെ 4 പേരെ കുറിച്ച് ഓരോ പോയിന്റും, പിന്നെ ഡൽഹൌസിയെ കുറിച്ച് ഇത്രയും. ഡൽഹൌസി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഡൽഹൌസി നോക്കണേ, ഇദ്ദേഹത്തിന് ശേഷം വരുന്ന ആളാണ് ലോർഡ് കാനിങ്. ഇദ്ദേഹമാണ് അവസാനത്തെ ഗവർണർ ജനറൽ. 1856 മുതൽ 1858 വരെ ഇദ്ദേഹം ഗവർണർ ജനറലാണ്. 58 മുതൽ 62 വരെ ഇദ്ദേഹം വൈസ്രോയി ആണ്. 58 മുതൽ 62 വരെ ഇദ്ദേഹം വൈസ്രോയി ആണ്. ഇപ്പൊ ലോർഡ് കാനിങ്ങിന് 2 സമയമുണ്ട്. ലോർഡ് കാനിങ് ആസ് ഗവർണർ ജനറലും ലോർഡ് കാനിങ് ആസ് വൈസ്രോയും. 58 മുതൽ 62 വരെ വൈസ്രോയി ആണ്.
കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വരും അല്ലെ. അത് പ്രകാരം വൈസ്രോയ് ആവും, വൈസ്രോയ്. ഓക്കെ, 1856 മുതൽ 58 വരെയാണ് ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടം. 1856 മുതൽ 58 വരെയാണ് ലോർഡ് കാനിങ്ങിന്റെ കാലഘട്ടം. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ, ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം. ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ്, ഫസ്റ്റ് വൈസ്രോയ് ആരാണ്? ലോർഡ് കാനിങ് ആണ്. ലോർഡ് കാനിങ് ആണ്. ലോർഡ് കാനിങ് ആണ്. ഇദ്ദേഹം വൈസ്രോയ് ആയി മാറുന്നത് 1858 ക്യൂൻസ് പ്രൊക്ലമേഷനിലൂടെയാണ്. ഇദ്ദേഹം വൈസ്രോയ് ആയി മാറുന്നത് 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ. ക്യൂൻസ് പ്രൊക്ലമേഷൻ വഴിയാണ്. ക്യൂൻസ് പ്രൊക്ലമേഷൻ അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858, 1858. അതിനറിയപ്പെടുന്ന വേറൊരു പേരാണ് ക്യൂൻസ് പ്രൊക്ലമേഷൻ അല്ലെങ്കിൽ വിക്ടോറിയസ് പ്രൊക്ലമേഷൻ എന്നൊക്കെ അറിയപ്പെടും. അപ്പോ ഇത് പ്രകാരം വൈസ്രോയി എന്ന പോസ്റ്റ് വരികയും ആ വൈസ്രോയി എന്ന പോസ്റ്റിലേക്ക് ആദ്യമായിട്ട് വരികയും ചെയ്ത ആളാണ് ലോർഡ് കാനിങ്. ലോർഡ് കാനിങ് ഇന്ത്യയില് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടക്കുമ്പോ, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടക്കുമ്പോ വൈസ്രോയ് ഗവർണർ ജനറൽ ആയിരുന്നത് ഇദ്ദേഹമാണ്. ഗവർണർ ജനറൽ ആയിരുന്നത് ആരാണ്? ലോർഡ് കാനിങ് ആയിരുന്നു. ലോർഡ് കാനിങ് ആയിരുന്നേ. 1857 ഇദ്ദേഹം 3 യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം എത്ര യൂണിവേഴ്സിറ്റീസ്? 3 യൂണിവേഴ്സിറ്റീസ്. 1857 3 യൂണിവേഴ്സിറ്റീസ് ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. 3 യൂണിവേഴ്സിറ്റീസ്. 3 യൂണിവേഴ്സിറ്റീസ്. 3 യൂണിവേഴ്സിറ്റീസ് ഇദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. എവിടേക്കാണെന്ന് ചോദിച്ചാല് കൽക്കട്ട, ബോംബെ, മദ്രാസ്. എവിടെയൊക്കെ? കൽക്കട്ട, ബോംബെ, മദ്രാസ്. കൽക്കട്ട, ബോംബെ, മദ്രാസ്. 1857 3 യൂണിവേഴ്സിറ്റീസ് ഇദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണ്? കൽക്കട്ട, ബോംബെ, മദ്രാസ്. ബോംബെ, മദ്രാസ്. നോക്കിക്കോളെ. 1859 ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. എങ്ങനെ? 1859 ഡോക്ട്രിൻ ഓഫ് ലാബ്സ് പിൻവലിക്കുമ്പോ ആരായിരുന്നു വൈസ്രോയ് എന്ന് ചോദിച്ചാൽ ലോർഡ് കാനിങ് ആണ്. ഡോക്ട്രിൻ ഓഫ് ലാബ്സ് വാസ് cancelled by Lord Canning. ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, ദത്തവകാശ നിരോധന നിയമം എടുത്തു മാറ്റിയ വൈസ്രോയ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് കാനിങ് ആണ്. ലോർഡ് കാനിങ്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. 2-3 ആക്ട് പോലെയാണ്. ഒന്നാമത്തത് ഇന്ത്യൻ പീനൽ കോഡ്. എങ്ങനെ? ഇന്ത്യൻ പീനൽ കോഡ്, IPC. ഇന്ത്യൻ പീനൽ കോഡ്, IPC 1860 കൊണ്ടുവരുന്നത്. 1860 കൊണ്ടുവരുന്നത്. ഇദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. നോക്കിക്കോളേ. 1860 IPC ഇന്ത്യൻ പീനൽ കോഡ് കൊണ്ടുവരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇദ്ദേഹമാണ്. 1860 ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നു. ബജറ്റ് കൊണ്ടുവരുന്നത് ആരാണ്? ലോർഡ് കാനിങ് ആണ്. 1860 നോക്കിക്കോളെ. അങ്ങനെ ഈ ബജറ്റ് അവതരിപ്പിക്കുമല്ലോ. അങ്ങനെ ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയുടെ പേരാണ് ജെയിംസ് വിൽസൺ. ആരാണ്? ഇന്ത്യയിലെ ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ് 1860 തന്നെയാണ്. ആരാണ്? ജെയിംസ് വിൽസൺ.
1860 ബജറ്റ് കൊണ്ടുവരുന്നത് ലോർഡ് കാനിങ്ങിന്റെ സമയത്താണ്. ഫസ്റ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത് ജെയിംസ് വിൽസൺ ആണ്. 1860 അതുപോലെ 1861 ഇന്ത്യൻ കൗൺസിൽ ആക്ട് വരുമ്പോ ആരായിരുന്നു ഗവർണർ? ഇതിന്റെ വർഷമല്ല ചോദിക്കുക, ആരായിരുന്നു ഗവർണർ ജനറൽ എന്ന് ചോദിച്ചാൽ ആരാണ്? ആരായിരുന്നു വൈസ്രോയി എന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് കാനിങ് ആണ്. ആര്? ലോർഡ് കാനിങ് ആണ്. ഇതേ വർഷം തന്നെ അടുത്തത് വർഷമാണ് ചോദിക്കുക, ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട്. വർഷം 1861. ഈ ആക്ട് പ്രകാരം വേറൊരു വൈസ്രോയുടെ സമയത്ത് ഇന്ത്യയിൽ ഹൈക്കോടതികൾ വരും. ഈ ആക്ട് പ്രകാരം വേറൊരു വൈസ്രോയുടെ സമയത്ത് ഹൈക്കോടതികൾ നിലവിൽ വരും. അപ്പൊ അത് നമുക്ക് അവിടെ പറയാം. നോക്കിക്കോളെ, അപ്പൊ ഇവിടെ 1861 ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് പാസ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ ലോർഡ് കാനിങ് ആണ്. നോക്കിക്കോളെ, ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? ലോർഡ് ഡൽഹൌസിയാണ്. അല്ലെങ്കിൽ ആ സമയത്ത് ഗവർണർ ജനറൽ ലോർഡ് ഡൽഹൌസിയാണ്. ശ്രദ്ധിച്ചോളെ, മാറിപ്പോരുത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇതൊരു സ്ഥാപനമാണ്, ഇതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. നിലവിൽ വരുന്ന വർഷം 1861 എസ്റ്റാബ്ലിഷ് ചെയ്ത ആരാണ്? ലോർഡ് കാനിങ് ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോർഡ് കാനിങ്. ഇന്ത്യയില് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ലോർഡ് കാനിങ് ആണ്. ഇന്ത്യയില് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? ലോർഡ് കാനിങ് ആണ്. നോക്കിക്കോളേ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇൻഡിഗോ റിവോൾട്ട്. എന്താണ് ഇൻഡിഗോ റിവോൾട്ട് എന്ന് പറയുന്നതിന് മുമ്പ്, ഇൻഡിഗോ റിവോൾട്ട് നടക്കുമ്പോ വൈസ്രോയ് ആരാന്ന് ചോദിച്ചാല് ലോർഡ് കാനിങ് ആണ്. ഇൻഡിഗോ റിവോൾട്ട് എന്ന് വെച്ചാല് നമ്മുടെ കർഷകരെടുത്ത് നിർബന്ധിച്ച് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാര് പ്രഷർ കൊടുക്കും. ഇന്ത്യയിലെ കർഷകര്, ഇന്ത്യൻ ഫാർമേഴ്സ് എന്ത് കൃഷി ചെയ്യണമെന്ന് ബ്രിട്ടീഷ് തീരുമാനിക്കും. എന്താ കൃഷി ചെയ്യേണ്ടേ? ഇൻഡിഗോ കൃഷി ചെയ്യണം, ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യണം. ഇൻഡിഗോ എന്ന് വെച്ചാൽ എന്താ? നീലം കൃഷി ചെയ്യണം. ഇതിന് കാരണം എന്താന്ന് ചോദിച്ചാല്, വേൾഡ് മാർക്കറ്റില് ഇൻഡിഗോയ്ക്ക് ഡിമാൻഡ് വന്നു. അപ്പോ ബ്രിട്ടന്റെ കോളനിയാണ് ഇന്ത്യയില് ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്തിട്ട് അതിനെ ചെറിയ വിലക്ക് വാങ്ങിയിട്ട് ബ്രിട്ടീഷുകാർക്ക് അവിടെ കൊണ്ടുപോയി വിൽക്കണം. നമുക്ക് ഫുഡ് കൾട്ടിവേറ്റ് ചെയ്യാവുന്ന സ്ഥലമുണ്ടല്ലോ, ഫുഡ് കൾട്ടിവേഷൻ, അതിനു വേണ്ടിയിട്ടുള്ള പ്ലേസിൽ ഇൻഡിഗോ കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. അതുമായി ബന്ധപ്പെട്ട് റിവോൾട്ട് നടന്നു. ആ റിവോൾട്ട് അറിയപ്പെടുന്ന പേരാണ് ഇൻഡിഗോ റിവോൾട്ട് നടക്കുമ്പോ വൈസ്രോയ് ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് കാനിങ് ആണ്. ലോർഡ് കാനിങ്ങിനെ കുറിച്ച് ഒന്നുകൂടെ പറയാം. 1856 മുതൽ 58 വരെ ഗവർണർ ജനറലും അവസാനത്തെ ഗവർണർ ജനറലും അതിനുശേഷം ക്യൂൻസ് പ്രൊക്ലമേഷൻ വഴി 1858 മുതൽ 62 വരെ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയുമായി ഇരുന്ന ആളാണ് ആര്? ലോർഡ് കാനിങ്. ഇന്ത്യയില് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടക്കുമ്പോൾ ഗവർണർ ജനറലാണ് ആ സമയത്തെ പോസ്റ്റ്. ഗവർണർ ജനറൽ ആയിരുന്ന ആളാണ് ആര്? ലോർഡ് കാനിങ്. ഇന്ത്യയില് 3 യൂണിവേഴ്സിറ്റീസ് സ്ഥാപിച്ചു. എവിടെയൊക്കെ? കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഇന്ത്യയിലെ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് ക്യാൻസൽ ചെയ്ത വൈസ്രോയി ആണ് ആര്? ലോർഡ് കാനിങ്. ഇന്ത്യയിലെ IPC, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട്, ഇന്ത്യൻ പീനൽ കോഡ്, ഇന്ത്യൻ കൗൺസിൽ ആക്ട്, ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് എന്നിവ കൊണ്ടുവരുന്നത് ആരാണ്? ലോർഡ് കാനിങ് ആണ്. ഇന്ത്യയില് ഇൻകം ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഇന്ത്യയിൽ ബജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ആരാണ്? ലോർഡ് കാനിങ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് ജെയിംസ് വിൽസൺ. ഇന്ത്യയിലെ തന്നെ
ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1861 ലോർഡ് കാനിങ് ആണ്. ഇൻഡിഗോ റിവോൾട്ട് നടന്ന സമയത്തെ വൈസ്രോയി ലോർഡ് കാനിങ് ആണ്. ആരാണ്? ലോർഡ് കാനിങ്. ഇത്രയാണ് ലോർഡ് കാനിങ്ങിനെ കുറിച്ച് പറയാം. ലോർഡ് കാനിങ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ലോർഡ് കാനിങ്. ഓക്കെ, അടുത്ത ആളുടെ പേരാണ് ലോർഡ് എൽജിൻ. ഇത്രയും പറഞ്ഞ ക്ലിയർ ആണോ? ഓക്കെ, ഇതിന് ശേഷം വരുന്ന വൈസ്രോയി ആണ്. ഇനി വൈസ്രോയിമാരല്ലേ ഉള്ളത്? വൈസ്രോയ് ആണ് ലോർഡ് കാനിങ്. ആരാണ്? ലോർഡ് കാനിങ്ങിന് ശേഷം വരുന്ന വൈസ്രോയ് ആണ് ലോർഡ് എൽജിൻ. ലോർഡ് എൽജിൻ ഇമ്പോർട്ടന്റ് അല്ല. 1862 മുതൽ 63 വരെയാണ് ലോർഡ് എൽജിൻ. ഇദ്ദേഹം ഇമ്പോർട്ടന്റ് അല്ല. ഇതിന് ശേഷം വരുന്ന ആളും ഇമ്പോർട്ടന്റ് അല്ല. ലോർഡ് എൽജിന്റെ പ്രത്യേകത എന്ന് വെച്ചാല്, നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട്, അത് പ്രകാരം ഹൈക്കോർട്ടുകൾ ഇന്ത്യയിൽ നിലവിൽ വരുന്ന സമയത്തെ വൈസ്രോയി ആണ് ലോർഡ് എൽജിൻ. ഇന്ത്യയിൽ ഹൈക്കോർട്സ് വരുന്ന സമയത്തെ വൈസ്രോയ് ആണ് ആര്? ലോർഡ് എൽജിൻ. ഹൈക്കോർട്ട് എവിടെയൊക്കെയാണെന്ന് ചോദിച്ചാൽ അതും കൽക്കട്ട, ബോംബെ, മദ്രാസ് തന്നെയാണ്. ലോർഡ് എൽജിൻ. അത്രേ ലോർഡ് എൽജിനെ കുറിച്ച് പറയാനുള്ളൂ. അതിനുശേഷം വരുന്ന വ്യക്തിയാണ് ജോൺ ലോറൻസ്. പഠിക്കാനില്ല. ജോൺ ലോറൻസ്. ആരാണ്? ജോൺ ലോറൻസ്. വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്ത വ്യക്തിയാണ്. 1864 മുതൽ 1869 വരെ ജോൺ ലോറൻസ്. വലിയ ഇമ്പോർട്ടന്റ് അല്ലാത്ത വ്യക്തിയാണ് ജോൺ ലോറൻസ്. ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇതില് ഒരു ഇദ്ദേഹത്തിന്റെ സമയത്ത് ഫാമൈൻ കമ്മീഷൻ വന്നിട്ടുണ്ട്. അത് വേണ്ട, കാരണം ഫാമൈൻ എന്ന് വെച്ചാൽ ക്ഷാമമാണ്. ക്ഷാമം വരാറുണ്ട് ഇന്ത്യയിൽ. ക്ഷാമം വരുമ്പോൾ അല്ലെ ക്ഷാമത്തിന് കമ്മീഷൻ വെക്കും, പഠനം നടത്താൻ വേണ്ടിയിട്ട് കമ്മീഷൻ വെക്കും. അങ്ങനെ ഒരുപാട് ഫാമൈൻ കമ്മീഷൻസ് വരുന്നുണ്ട്. ഇമ്പോർട്ടന്റ് അല്ല. ജോൺ ലോറൻസിന്റെ ഈ സമയത്ത് ജോൺ ലോറൻസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ജോൺ ലോറൻസ്. ഇനി പറയാൻ പോകുന്ന ആള് ഇമ്പോർട്ടന്റ് ആണ്. ലോർഡ് മേയോ പ്രഭു. ലോർഡ് മേയോ. ലോർഡ് മേയോയുടെ വർഷമാണ് ഇവരുടെ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ വർഷം ഇനി പഠിച്ചോളേ. 69 മുതൽ 72 വരെ ലോർഡ് മേയോ പ്രഭു. ലോർഡ് മേയോ നല്ല ആളാണ്. ലോർഡ് മേയോ നോക്കിക്കൊള്ളേ. ഈ സമയത്ത് 2 മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നേ. വഹാബി മൂവ്മെന്റ്, കൂക്ക മൂവ്മെന്റ്. ഇത് സപ്രസ് ചെയ്തത്, അല്ലെങ്കിൽ ഇത് ആരുടെ സമയത്തായിരുന്നു എന്ന് ചോദിച്ചാല് മേയോയുടെ സമയത്താണ്. ജസ്റ്റ് അറിഞ്ഞാൽ മതി. വഹാബി മൂവ്മെന്റും കൂക മൂവ്മെന്റ്. ആരുടെ സമയത്തായിരുന്നു ചോദിച്ചാല് ലോർഡ് മേയോയുടെ സമയത്താണ്. ഇന്ത്യയില് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്നത് ലോർഡ് മേയോ ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൊണ്ടുവരുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് മേയോ ആണ്. നോക്കിക്കൊള്ളേ, സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടല്ലേ സെൻസസ്.
ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ്, ഇന്ത്യയിലെ ഫസ്റ്റ് സെൻസസ് എടുക്കുന്നത് ഇദ്ദേഹത്തിന്റെ സമയത്താണ്, അല്ലെ ഇദ്ദേഹമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് സെൻസസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് സെൻസസ് എന്ന് പറയുമ്പോൾ റെഗുലർ സെൻസസ് അല്ല, അത് അടുത്ത നമ്മൾ പറയും അടുത്ത ആളുടെ പേരിൽ. ഫസ്റ്റ് സെൻസസ് ഇൻ ഇന്ത്യ വാസ് കണ്ടക്ടഡ് ബൈ ആരാണ്? ലോർഡ് മേയോ ആണ്. ലോർഡ് മേയോ. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ ലോർഡ് മേയോ ആണ്. ലോർഡ് മേയോ ആണേ. നോക്കിക്കോണേ, ഇന്ത്യയിലെ ആദ്യമായിട്ട് സെൻസസ് നടത്തുന്ന ആരാന്ന് ചോദിച്ചാൽ ലോർഡ് മേയോ ആണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നിയമങ്ങൾ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ആരാണ് കൊണ്ടുവന്നതെന്ന് ചോദിച്ചാൽ ലോർഡ് മേയോ ആണ്. ആര്? ലോർഡ് മേയോയുടെ സമയത്താണ്. ലോർഡ് മേയോ ആണ് ഇത് പാസ്സാക്കി കൊണ്ടുവരുന്നത്. ഈ മേയോയുടെ പേരിൽ ഒരു കോളേജ് ഉണ്ട് കേട്ടോ. മേയോയുടെ പേരിൽ കോളേജ് ഉണ്ട്. ആ കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാല് അജ്മീറിലാണ്. എവിടെയാണ്? മേയോ കോളേജ് എവിടെയാണ്? അജ്മീറിലാണ്. എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് പുള്ളിക്കാരൻ തന്നെയാണ്. മേയോ കോളേജ് അജ്മീറിലാണ്. അജ്മീർ എവിടെയാണ്? രാജസ്ഥാനിലാണ്. അജ്മീറിലാണ്. അജ്മീറിൽ മേയോ കോളേജ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അജ്മീറിലാണ്. നോക്കിക്കൊള്ളാം. ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ആൻഡമാൻ ഐലൻഡ്, ആൻഡമാനിൽ വെച്ചിട്ട് കൊല്ലപ്പെട്ട വൈസ്രോയി ആണ് ആര്? ലോർഡ് മേയോ. ആൻഡമാനിൽ വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, വൈസ്രോയി ഹു വാസ് മർഡേർഡ് അല്ലെങ്കിൽ ഹു വാസ് കിൽഡ് or who was killed അല്ലെ മർഡേർഡ് എന്ന് ചോദിച്ചാൽ ആരാണ്? ലോർഡ് മേയോ ആണ്. ലോർഡ് മേയോ 1872 ആൻഡമാനിൽ വെച്ചിട്ട് ഷേർ അലി എന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിനെ കൊല്ലുന്നത്. ഷേർ അലി എന്ന വ്യക്തിയാണ് ഇദ്ദേഹത്തിനെ വധിക്കുന്നത്, ഇദ്ദേഹത്തിനെ കൊന്നുകളയുന്നു. ലോർഡ് മേയോ പ്രഭു ആൻഡമാനിൽ വെച്ചിട്ടാണ് മേയോനെ കൊല്ലുന്നത്. മേയോ കോളേജ് എവിടെയാണ്? അജ്മീറിൽ വധിക്കപ്പെട്ട വൈസ്രോയി ആണ് ആര്? ലോർഡ് മേയോ. കൊന്നുകളഞ്ഞ വൈസ്രോയി ആണ് ആര്? ലോർഡ് മേയോ. ഇദ്ദേഹത്തിന് ശേഷം വരുന്ന ഒരു ഇമ്പോർട്ടന്റ് അല്ലാത്തൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ലോർഡ് നോർത്ത് ബ്രൂക്ക്. ആരാണ്? ലോർഡ് നോർത്ത് ബ്രൂക്ക്. പേര് മാത്രമേ ഉള്ളൂ. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കി, ഡൽഹൌസി കഴിഞ്ഞാൽ കാനിങ് കഴിഞ്ഞാൽ മേയോ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് പറയുന്നത് ലിട്ടണും റിപ്പണും ആണ്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് വരുന്നതൊന്നും ഇമ്പോർട്ടന്റ് അല്ല. നോർത്ത് ബ്രൂക്ക്, ലോർഡ് നോർത്ത് ബ്രൂക്ക് 1872 മുതൽ 1876 വരെ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു 95 കഴിഞ്ഞാൽ 1905 കഴിഞ്ഞാൽ പിന്നെ ഉള്ളവന്മാരുടെ എല്ലാം ചരിത്രം അവരുടെ കൂടെ ഉള്ള കാര്യങ്ങളല്ലേ, അതെല്ലാം നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ലൈക്ക് 1905 തൊട്ട് 47 വരെയുള്ള ഇൻസിഡൻസ് ഇല്ലേ, അത് തന്നെ ഇവരുടെ പേര് വരും. ആ ഇൻസിഡന്റ് എല്ലാം ഇവരുടെ സമയത്തായിരുന്നു. അതാണ് ചോദ്യം. മനസ്സിലായി? അപ്പൊ അവരുടെ ടൈം പീരീഡ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് എഴുതാം. ഈ ലോർഡ് നോർത്ത് ബ്രൂക്കിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല ഞാൻ. ലോർഡ് നോർത്ത് ബ്രൂക്കിന്റെ സമയം ജസ്റ്റ് ഒന്ന് അറിഞ്ഞ ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്നു പോകുന്നുണ്ട്. അതാണ്